3 ലക്ഷം വരെ ബിസിനസ് സെക്കൻഡ് സൈഡില് 260 വരെ പ്ലാൻ അച്ചീവേഴ്സ്. ഈ ഹോൾ നമുക്ക് പ്ലാൻ അച്ചീവേഴ്സ് 3 പേരുണ്ട്. ഈ മീറ്റിംഗ് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള 2 പ്രമുഖ വ്യക്തികളാണ് ഈ ഹോൾ ഈ ടീമിന്റെ കരുത്തരായ നേതൃത്വം വഹിക്കുന്ന പ്ലാൻ അച്ചീവേഴ്സ്. എല്ലാ പ്ലാൻ അച്ചീവേഴ്സും പ്ലീസ് താങ്ക് യു. ഞാൻ എടുത്തു പറയാൻ മറ്റുള്ള എല്ലാവരുടെ ബഹുമാനത്തോടെ ഞാൻ എടുത്തു പറയുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ശിവാൻ സാറും അഖിൽദാസ് സാറും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്. കോഴിക്കോട് നിന്ന് വളരെ യാദൃശ്യമായിട്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ടാണ് ശിവാൻ സാറിനെ. അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു പ്രയാണം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടീമിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് പ്രാതിനിധ്യം അതായത് സ്വന്തം കൊണ്ടുവന്ന ആളെ ഒപ്പം എത്തിക്കൊണ്ടാണ് ഒരു ശിവാൻ സാറ് ഈ മീറ്റിംഗ് യാഥാർത്ഥ്യമാക്കാൻ കാരണങ്ങൾ കഴിഞ്ഞൊരു എനിക്കൊന്ന് 1.5 മാസമായിട്ട് ഇതിന്റെ പിന്നാലെ ഓടുന്നത് വരല്ല. അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഈ കാണുന്ന ആളുകൾ എല്ലാവരും എത്തിക്കാറ് ഈ പ്രോഗ്രാം ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാനും എനിക്ക് ഉറപ്പാണ് ഇത് ഒരുപാട് കുടുംബങ്ങളുടെ തലമുറ മാറ്റും. ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാമുകളുടെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ഈ ഹോളില് മുമ്പ് ഗോപകുമാർ സാറിന്റെ പ്രോഗ്രാം നടന്നിരുന്നു. എത്ര ആൾ പങ്കെടുത്തതിൽ ആ ഒരു പ്രോഗ്രാമിൽ ശിവാനന്ദ സാറ് ഏകദേശം ഒരു 70ഓളം ആൾക്കാരെ ഈ ഹോളിൽ എത്തിച്ചിരുന്നു. അത് ഈ ടീമിന്റെ തലവര മാറ്റുന്നതാണ് പറയാം അല്ലെ. അതിനുശേഷം വലിയ ചേഞ്ച് ആയിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാരെ പ്രോഗ്രാം എത്തിക്കുന്നു അത് ചേഞ്ച് ആവും. ഞാൻ ശിവാൻ സാറിന്റെ പേര് അഖിൽദാസ് സാറിന്റെ പേര് എടുത്തു പറയാതെ മൈക്ക് കൊടുക്കുന്നത് ശരിയില്ലാത്തവരെ കൊടുക്കുകയാണ്. ഞാൻ മൈക്ക് അവർക്ക് കൈ പറഞ്ഞു. എന്റെ പേര് സിന്ധു, സ്ഥലം കല്ലമ്പലം മാവൻമൂട്, ആസമില് വന്നിട്ട് 3.5 വർഷമായി. ഇതൊരു സന്ധ്യ മാമൂടാണ് സ്ഥലം. ഈ ആർസിമില് വന്നിട്ട് 4 വർഷത്തോളമായി. സാധാരണ വീട്ടമ്മയായിരുന്നു, തയ്യലായിരുന്നു ജോലി. ആ ഒരു ജോലിയോടൊപ്പം ഏകദേശം ഒരു 1.5 വർഷത്തോളം ഈ ആർസിയും കാര്യമായിട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ശിവാൻ സാർ അത് ഏറ്റെടുത്ത് എന്റെ ബിസിനസ്സും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഈ പ്ലാറ്റിനം എന്നൊരു ലെവലിൽ നിൽക്കുന്നു. നമ്മളെ ലീഡേഴ്സിന് എല്ലാ സപ്പോർട്ടും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാവരുടെയും ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ജയാർസിയം ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. എനിക്ക് കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്നെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ഈ ബിസിനസ് പറഞ്ഞു തന്നു. അതെനിക്ക് നല്ലതെന്ന് തോന്നി, അത് ഏറ്റെടുത്ത് ചെയ്തു. ഇത് ഞങ്ങൾ 2 പേരും ഒരേ റാങ്കിൽ, കോഴിക്കോടുകാരനും കൊല്ലത്തുള്ള ശിവാനന്ദനും ഒരേ റാങ്കിൽ ഞങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ അവസരമാണ്. ആ അവസരം 100% നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളോടെല്ലാം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെ ഏറ്റെടുക്കുക, പൂർണ്ണമായി റിസ്ക് ഏറ്റെടുക്കുക. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ഇവന്റുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. കൊല്ലത്ത് ഇനിയും വലിയ ഇവന്റുകൾ വരും. നമുക്ക് ഒരുപക്ഷെ സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇവന്റുകൾ ആർസിഎമ്മിന്റെ പേരിൽ കൊല്ലത്ത് വരും. അതിന് നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും. ജയാർസിയം. എന്റെ പേര് അഖിൽദാസ്, കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ്. വിനോദ് സാറിന്റെ വീട് എന്റെ തറവാടിന്റെ 2 പറമ്പപ്പുറത്താണ് വിനോദ് സാറിന്റെ വീട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ റൊണാൾഡ് നാരായൺ സാറും എന്റെ തറവാടിന്റെ 2 പറമ്പ് തൊട്ട് താഴെ. അപ്പോ ആ ഒരു ഏരിയയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നാരായൺ സാറിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർസിഎം എന്താണെന്നുള്ളോ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത്. എനിക്കിവിടെ കൂടുതൽ സമയമില്ല എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ശിവാൻ സാറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടു, ആ മുഖം കുഴപ്പമില്ല, ആൾക്കൊന്ന് കൊടുത്തേക്കാം, ഒരു ഹായ് കൊടുത്തു. സാറിന് മാത്രമല്ല ഒരു 3-4 ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യം സാറിനാണ് കിട്ടിയത്. അങ്ങനെ സാറ് റിപ്ലൈ ആയിട്ട് വന്നു. റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെലവണ കൊടുക്കും. അങ്ങനെ ഒരു ഫോളോഅപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സാറ് ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ കോഴിക്കോട് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വീണ്ടും കുറച്ച് കാലതാമസം എടുത്തു. കാരണം സാറിന് സംശയം ഉണ്ടായിട്ടു ഈ ആട്ടപ്പൊടി മുളപ്പിച്ച് പൊടിക്കുന്നത് തന്നെയാണോ എന്നുള്ളത്. അപ്പൊ എന്നോട് ചോദിച്ചു, അഖിലെ കുഴപ്പമില്ല, ആട്ടപ്പൊടി നല്ല സാധനമാണ്, ഇത് മുളപ്പിച്ച് പൊടിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ കാണാൻ കുഴപ്പമില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പ്രൊമോട്ട് ചെയ്യും, കേരളം മൊത്തം പ്രൊമോട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യുന്നു. എന്നാ പിന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല പോയിക്കളാണ്. അങ്ങനെ 10 ദിവസം ഞാൻ മർക്കസ് ITയിലായിരുന്നു. അവിടെ ഒരു 8 വർഷം ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുന്നു. ആ സമയത്താണ്, കൊറോണ സമയത്താണ് ഞാൻ ഈ ആർസിഎമ്മിലേക്ക് വരുന്നത്. അങ്ങനെ സാറിന് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശിയിൽ ഞാൻ എന്ത് ചെയ്തു,
അതിന് മുന്നേ ഒരു വർഷം വിജയവാഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്ലാൻ സൂപ്പർവൈസർ ആയിട്ട് ഹിന്ദിക്കാരെ മേക്കലായിരുന്നു പണി. അപ്പോൾ കുറച്ച് ഹിന്ദിയൊക്കെ അവിടുന്ന് പഠിച്ചു. അതുകൊണ്ട് നോർത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പേടിയൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം വിശന്ന് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പോകാനുള്ള വഴി ചോദിക്കാനുള്ളൂ, അത് ആ ഹിന്ദിയൊക്കെ നമുക്ക് അറിയാം. അത് സാറോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഹിന്ദി അറിയുള്ളൂ. സാറ് പറഞ്ഞു എനിക്ക് തീരെ ഹിന്ദി അറിയില്ല, നിങ്ങൾ എന്തായാലും കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പോയി ഞങ്ങള് രാജസ്ഥാനിൽ പോയി. ബിൽവാര സുജിത് സാറെ വിളിച്ചു, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിനോദ് സാറോട് ചോദിച്ചു. അങ്ങനെ ലീഡേഴ്സിനോട് സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബിൽവാര പോയി. ഇതിന്റെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ കണ്ട് സാറിന് ബോധ്യപ്പെട്ടപ്പോ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് മാത്രം കഴിക്കുന്ന ഒരു ഗംഗാനന്ദ സാറെ പരിചയപ്പെട്ടു. അതോടുകൂടി ഇതിലെ ഉൽപ്പന്നങ്ങള്, അതായത് സാറ് 3 ദിവസവും ഞങ്ങൾ കൂടെ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു. ന്യൂട്രിചാറിന്റെ പ്രൊഡക്റ്റ് അല്ലാത്ത വെള്ളം മാത്രമേ സാറ് കുടിച്ചുള്ളൂ, ബാക്കിയുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് സാറ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു, അതും എന്തായി അവിടെ ക്ലിയർ ആയി. അതോടുകൂടി ഞങ്ങൾ ഇവിടെ വന്നു, ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏതായാലും ഇതാ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു പ്രോഗ്രാമില് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകൾക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ അതുപോലെ തന്നെ വിനോദ് സാറൊക്കെ മെന്റർ കൂടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ കോഴിക്കോട് പാളയത്തെ യമുന ആർക്കേഡിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ എത്തുന്നതിന് എന്താവും, സിമ്പിൾ ആയിട്ട് സാറ് കൈകാര്യം ചെയ്യും. എല്ലാ കാര്യവും അവിടെ കേൾക്കും. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പ്രശ്നം അവിടെ എന്താവും. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക, തിരിച്ചുകൊണ്ട് പോരുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ ആ സാറിന്റെ സമയം ഞാൻ എന്ത് ചെയ്യുന്നില്ല, തവർന്നെടുക്കുന്നില്ല. താങ്ക് യു GRC, എനിക്ക് ഒരു അവസരം തന്ന എന്താ പറയാ ദൈവത്തിനോട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോട് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു GRC. എൻ്റെ പേര് റെജിമോൻ KP, കോട്ടയം ജില്ലയാണ് സ്വദേശം. ഒരു 11 വർഷക്കാലം അമേരിക്കൻ ഷിപ്പിൽ ജോലിയായിരുന്നു. VRS എടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ആർസിനെ പരിചയപ്പെട്ടത്. അങ്ങോട്ട് ഇന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു 3 ലക്ഷത്തിന് മുകളിൽ സാലറിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ട് നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ധാരാളം പൈസ ഉണ്ടാകും, പക്ഷേ എൻ്റെ ആരോഗ്യം അവിടെ നശിക്കും. പക്ഷേ VRS എടുത്ത് നാട്ടിൽ വന്നപ്പം ആരോഗ്യം നശിച്ചാണ് ഞാൻ നാട്ടിൽ വന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് അതുപോലെ ബാക്ക് പെയിനൊക്കെ ഉണ്ട്, ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഭേദമായി. ഇപ്പം ആസിനെ ജീവിക്കുകയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ എല്ലാവരും ആസിനെ ഹൃദയത്തോടെ ഏറ്റെടുക്കുക, അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവർക്കും വിജയിക്കാനുള്ള വലിയൊരു അവസരമാണ് ആസിൻ എന്ന് പറഞ്ഞ ഈ ഒരു നന്മ. അതിനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്ന സുഭാഷ് സാറിനും സുജിത് സാറിനും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്.